ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കും. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ. പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ. കൊടുത്തു വിടാൻ മറക്കല്ലേട്ടോ. ഈ വെള്ളമെങ്കിലും നീ കൊണ്ടുപോകും. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതാണ്. വരും കരയും കാര്യം ബാക്കി 5600 കിട്ടിയുള്ളൂ. അവലോകന മീറ്റിംഗ് നടത്താതിരുന്നത് അങ്ങേര് ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരാറുണ്ടല്ലേ. അതൊന്നും അങ്ങേരുടെ തല കയറത്തില്ലെന്നില്ല. 4 മാസം കൂടി 1 മാസത്തെ കാശ് കിട്ടിയത്. വാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. മാടുപോലെ പണിയെടുത്താലോ കൂലിയില്ല, ആട്ടം തുപ്പും. നാളെ പോളിയോ ദിനമല്ലേ സാറേ? 4 ദിവസമായിട്ട് ഫിലിം മണിക്കൂർ പണിയെടുത്താലും ഒരു നല്ല വാക്ക് പോലും കിട്ടില്ല. ആശമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അടുത്തത് ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ടാണ്? ആശാ സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന. ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റ് നീ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ വലിയ ഹരിചന്ദ്രൻ കളിക്കാനൊന്നും പറഞ്ഞ കേട്ടോ. സാവേ ആശാ സമരത്തിന് പിന്നിൽ കണ്ടതെന്നാണോ നീ കണ്ടതൊന്നാണോ നാം കണ്ടതെന്നേതോ കണ്ടു മഹായോഗമാക്കി മാറ്റണം. കേക്കണ നിരീക്ഷൻ, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയാ നമ്മുടെ ഗീത ആലോചിക്കുന്നത്.